ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട രസകരമായി കാര്യങ്ങൾ പറയുന്ന ഗായത്രിയോടൊപ്പം യാഗം. ചോദ്യങ്ങൾ മലയാളത്തിൽ വേണ്ട. హియర్ కమ్ మై ఫస్ట్ క్వశ్చన్. మీ మనసులో దాగి ఉన్న వ్యక్తి ఒక పురుషుడా? అవును. వారు జీవించి ఉన్నారా? లేదు. 1950 తర్వాత మరణించారా? 1950 తర్వాత మరణించారా? డెత్ ఆఫ్టర్ 1950. Yes, of course. సహజ మరణమా? Means న్యాచురల్ డెత్. natural death. రాజకీయం, కళా, సాహిత్యం దీనిలో ఒకటియా ప్రముఖమైన ప్రసక్తి? కాదు. క్రీడారంగం? രണ്ടുപേരും അല്ലെങ്കിൽ തന്നെ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവൽ എല്ലാ ചോദ്യങ്ങൾക്കും തന്നുകൊണ്ടിരിക്കേണ്ടി വരും. ശരി. രാജകീയം, കലാസാഹിത്യം എന്നാൽ രാഷ്ട്രീയം, കല, സാഹിത്യം അതിലൊന്നാണോ പ്രധാന പ്രശസ്തി എന്നാണ്. കാതു എന്നാൽ നോ എന്നാണ്. ക്രീഡാരംഗം എന്നാണ് ഞാൻ ആറാമത് ചോദിച്ചത്. ക്രീഡാരംഗം എന്നാൽ സ്പോർട്സ് അല്ല. റിലീജിയസ്? అవును. ദക്ഷിണ ഭാരതീയുടെ? അല്ല, സൗത്ത് ഇന്ത്യ? കാതു. ദക്ഷിണ ഭാരതീയുടെ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ആണ്. ഈ 1950 തറവാട് മരണിച്ചാര എന്നുള്ളതിന് യെസ് പറഞ്ഞത് ശരിയാണോ? ഡെത്ത് ആഫ്റ്റർ 1950 ശരിയാണോ? പിന്നെ ആണ്. അതുപോലെ സഹജ മരണമാ, നാച്ചുറൽ ഡെത്ത് ആണോ? അതേ എന്നാണ് പറഞ്ഞത്. അതെ. അപ്പൊ ധീരേന്ദ്ര ബ്രഹ്മചാരിയെ പോലെ പ്ലെയിൻ ക്രാഷ് ഒന്നും അല്ല. അതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. ഇനി അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. 2000 തറവാട് മരണിച്ചാരാ? അല്ല. 1980 തറവാട് മരണിച്ചാരാ? 1980-നും 2000-നും മധ്യത്തിൽ മരിച്ച ദക്ഷിണ ഭാരതീയനല്ലാത്ത ഇന്ത്യക്കാരനായ റിലീജിയസ് ആയ ഒരു വ്യക്തിയെയാണ് ഗായത്രി മനസ്സിൽ വിചാരിച്ചത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. ഞാൻ ആദ്യം ചോദിച്ചത് പുരുഷനാണോ, ജീവിച്ചിരിപ്പുണ്ടോ, രാഷ്ട്രീയം, കലാസാഹിത്യം ഇതിലൊന്നാണോ, സ്പോർട്സ് ആണോ, മതപരമാണോ, ആത്മീയമാണോ, സാധാരണഗതിയിലുള്ള മരണമാണോ, സൗത്ത് ഇന്ത്യൻ ആണോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അതിന് ഗായത്രി പറഞ്ഞ ഉത്തരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ക്രോഡീകരിച്ച് നൽകുകയും ചെയ്തു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കാം. യജ്ഞം. ഈ തെലുങ്ക് അല്ലാതെ മറ്റേതൊക്കെ സിനിമയിൽ അഭിനയിച്ചു? പിന്നെ മലയാളം, തെലുങ്കും, അത്രേ ഉള്ളൂ. തമിഴിൽ പോയില്ല? തമിഴ് ഞാൻ ചെയ്തു സർ, പക്ഷെ അത് ഇറങ്ങിയില്ല. അപ്പോൾ 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ തമിഴാക്കിയാലോ? ആയിക്കോട്ടെ. അല്ലേ? യെസ്, ആമാ. അവരത് പെരുമൈ ഇന്ത്യക്കുള്ളിൽ താനായിരുന്നത് അല്ലേ? വെളിനാട്ടിലും? വെളിനാട്ടിലും ഇരുന്നത്. മഹാരാഷ്ട്ര? അല്ലേ? നോ. അല്ലാതെ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കും. ദിസ് പർട്ടിക്കുലർ പേഴ്സൺ has centered his activities in Maharashtra. ആണോ? അവരത് ഓട്ടോബയോഗ്രഫിയുടെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് എൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്നത് തന്നെ. The name of his autobiography is titled as The Autobiography of an Incorrect Spiritual. அல்ல இதான் நினைக்கிறேன் சார். அல்லே வேணா செக் பண்ணுங்க. எங்க அச்சமில்லாது இருக்குமோ அங்க அன்பு வரும் என்ன அவர் சொல்லிட்டு இருக்கிறதா? Where there is no fear, there love originates. யா, அப்படியெல்லாம் அப்படி மாதிரி சொல்லியிருக்கு. அவங்களுக்கு உயிருக்காக ஒரு விபத்துக்கு அட்டெம்ப்റ്റുകൾ, മുയർച്ചകൾ ഇരുന്നത് എന്താണ്? അല്ല, അവിടെ അല്ല. ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞതാ, സോറി. അതെ, ഒരു തമാശയ്ക്ക് ചെയ്തു പോയതാ, മാപ്പ്. തെറി വിളിച്ചു തുടങ്ങി പ്രേക്ഷകരെ. ഇത് മലയാളം പരിപാടിയാണെന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ട്രോളാനൊരു കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ.
സർ, ഇനി ആ ചോദ്യത്തിലേക്ക് ഞാൻ തൊട്ട് മുൻപ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഓട്ടോബയോഗ്രഫി ഓഫ് എൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ പുസ്തകം? യെസ്. ഉണ്ട്. ഹി വാസ് നെവർ ബോൺ ആൻഡ് ഹി നെവർ ഡൈഡ്, ഹി ജസ്റ്റ് വിസിറ്റഡ് ദ പ്ലാനറ്റ് എർത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ, ഉറപ്പിക്കേണ്ട, തെറ്റു പറയണ്ട. യെസ്. കെമിക്കൽ പോയിസണിങ്ങിലൂടെ വധശ്രമത്തിന് വിധേയനായി എന്ന് പിന്നീട് രേഖപ്പെടുത്തിയ ഒരു ജീവിതമാണത്. അസാമാന്യമായ ഉൾക്കാഴ്ചയോടുകൂടി കാലത്തിന് മുൻപേ ജീവിച്ച ഒരു മനുഷ്യനാണത്. മനുഷ്യൻ എന്നത് നിരന്തരമായ ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ അടയാളപ്പെടുത്തലിൻ്റെ ഉടമകളാകണം എന്ന് പ്രചോദിപ്പിച്ച ഒരു വിജ്ഞാനിയാണത്. ഒരുപക്ഷെ ഈ വർത്തമാനകാലത്തിൽ മോട്ടിവേറ്റർമാരുടെയും ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സിൻ്റെയും യൂട്യൂബ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള മെൻറ്റർമാരെയും തട്ടി നടക്കാൻ കഴിയാത്തത്ര തിരക്കുള്ള ഈ കാലത്തിനൊക്കെ വളരെ മുൻപ് ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ആത്മചൈതന്യത്തിൻ്റെ കൃത്യതയാർന്ന മോട്ടിവേഷനുകൾ പകർന്നു കൊടുത്ത ഒരു ധിഷണാശാലിയാണത്. ജനിച്ചില്ല, മരിച്ചില്ല, ഈ ഗ്രഹം സന്ദർശിച്ചത് മാത്രമാണ് എന്ന് കല്ലറയിൽ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്നാണ്. ഒരു ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്ന് സ്വയം വിശേഷിപ്പിക്കാനുള്ള ആർജവമുള്ള മനുഷ്യൻ കൂടിയാണത്. കാതലുള്ള ഒരു കലാപകാരിയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹത്തിൻ്റെ റെക്കോർഡഡായ മുൻകാല പ്രസംഗങ്ങളിലൂടെയും ഞാനടങ്ങുന്ന ഒരുപാട് ആളുകൾ വല്ലാതെ കണ്ട് ആരാധിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഓഷോ രജനീഷാണ് മനസ്സിൽ, അല്ലേ? രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ, ഭഗവാൻ രജനീഷ് എന്നും പിന്നീട് ഓഷോ എന്നും അറിയപ്പെട്ടിരുന്ന ഭാരതീയനായ ആത്മീയ ഗുരു. വിവാദമായി മാറിയ ഓഷോ രജനീഷ് മതാശ്രമങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. ഇന്ത്യയിലും അമേരിക്കയിലുമായി ജീവിച്ചിരുന്ന രജനീഷ് അല്പകാലം ഫിലോസഫി പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. ആത്മീയമായ വെളിപാടുണ്ടായതിനു ശേഷം ഭാരതീയ താന്ത്രിക വിദ്യയെ ആസ്പദമാക്കി ആശ്രമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നിരവധി പേരെ ശിഷ്യരായി സ്വീകരിക്കുകയും ചെയ്തു. ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവർ നിരവധിയാണ്.